എൻ്റെ പേര് ജയചന്ദ്രൻ നായർ. ഞാൻ ആറ്റിങ്ങൽക്കാരായ ഒരു പ്രവാസി സംഘടനയുടെ മുൻ പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഒരു 25 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മുടെ മലയാളികൾ ശ്യാമള കോളമായ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ആരോഗ്യത്തോടുകൂടി ഈ ഗൾഫിൽ വന്നൊരു 35 വർഷം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മരുഭൂമിയിലുമൊക്കെ നമ്മൾ ജീവിച്ച് 35 വർഷം കൊണ്ട് നമ്മൾ ഒട്ടകത്തിൻ്റെയും അല്ലെങ്കിൽ ഈന്തപ്പനയുടെയും ജീനസിലോട്ട് മാറുകയും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടകവും ഈന്തപ്പനയും വിളയുന്ന സ്ഥലമല്ല. അങ്ങനെ കഴിയും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ 10-35 വർഷത്തെ ജീവിതം കഴിഞ്ഞിട്ട് ഗൾഫിൽ നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സിന് ചോദിക്കാനുള്ള ഈ പറഞ്ഞ ഒരു ജീനസ് ഒരു സംഭവം നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു മാറ്റം, ഒരു പ്രതിപ്രക്രിയ നമ്മുടെ ശരീരത്തിൽ 30-35 വർഷം ഗൾഫിൽ ജീവിക്കുന്നവർ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ഒരു സയന്റിഫിക് ആയിട്ട് ഒരു ആൻസർ ഞാൻ പറയാം. നമ്മൾ ഇൻഹറന്റ് ആയിട്ട് ജനറ്റിക് ആയിട്ട് തന്നെ വി ആർ പ്രൂവ്ഡ് ടു ബിക്കം ഓവർ വെയിറ്റ്. അത് ഈ എൻവയോൺമെന്റ് നല്ല ഫുഡൊക്കെ വന്നപ്പോൾ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോഴേ നമ്മൾ ഇൻഹറന്റ് ആയിട്ട് ഈ പറഞ്ഞ ജനറ്റിക്. അദ്ദേഹം പറഞ്ഞ ഇതിന് ശേഷം ഈ പറഞ്ഞ ഇവിടുത്തെ ഒട്ടകം ഈന്തപ്പനെയൊക്കെ ഒരു താതാത്മ്യം പ്രാപിച്ച ശേഷം തിരിച്ച് വീണ്ടും അവിടേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പോകുമ്പോൾ കുറയുന്നോ എന്താണ് പ്രശ്നം കൂടുന്നു അല്ലെ? ചെല്ലുമ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ നല്ല അവിടെ ചെന്നൊരു പെട്ടെന്ന് അപ്രതീക്ഷിതമാണ്, അവർ ഇല്ലാതെ ആകുകയാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ നിന്നാണ് അവിടുന്ന് വരുന്നത്. അപ്പൊ യങ് ആയിരിക്കുമ്പോൾ നമുക്ക് വലിയ ഡിസീസ് ഒന്നുമില്ല. ഇവിടെ വന്ന് കുറെ നാൾ കഴിയുമ്പോൾ ഓൾഡ് ആകുമ്പോൾ ഡിസീസ് വരുന്നു. അതും ഇതിന്റെ ഒരു ഫാക്ടറാണ്. അവിടെ ഉള്ളവർക്കും അങ്ങനെ അത് വയസ്സായ ആൾക്കാർ പോലെ. അതായത് ഇവിടെ ഈ ഒട്ടകത്തോടും അതൊരിക്കലും ശരിയല്ല. ഒട്ടകവും ഈന്തപ്പനയൊന്നും നല്ല പ്രശ്നമാണ്. വിയോജിപ്പുണ്ട്. കാരണം ഇവിടത്തെ ജീവിതം, ഈ 30 വർഷത്തെ ഇവിടത്തെ ജീവിതവും നാട്ടിൽ ജീവിക്കുന്ന ആളിന് മാസത്തിലൊരു ബന്ദ്, ഒരു ഹർത്താൽ അവർ എൻജോയ് ചെയ്യണം. നമ്മൾ ഈ 30 ദിവസം ഈ 30 വർഷം ഇവിടെ, അതായത് രാവിലെ ബാത്റൂമിൽ കയറാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം പോലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് മെന്റൽ ബാലൻസ് ഇല്ല. ലളിതമായിട്ട് കാണരുത്. ഹർത്താൽ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തിന് എല്ലാം കിട്ടുന്നു. ഇദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ട് നാട്ടിലുള്ള ആൾക്കാരൊന്നും അത്ര കിട്ടുന്നില്ല. ഇത് ഹാർട്ടും സ്ട്രോക്കും അല്ലെങ്കിൽ അതിനൊക്കെ വക്കത്ത് നിൽക്കുക. അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ രക്തക്കൊള്ളുമായി 90% അടയാറായി നിൽക്കുക. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോഴേ വേറെ പണിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതങ്ങ് അടയുന്നു, ഹാർട്ട് അടയുന്നത്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് പോവാ. ഈ 35 വർഷം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതശൈലി കൊണ്ട് ഡയബറ്റീസും പ്രഷറും ഡോക്ടർ, നമ്മളൊരു എലൈറ്റ് ക്ലാസിനെ പറ്റിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് വളരെ ലോവർ ലെവലിൽ. അതായത് അവിടുന്ന് ഇവിടെ വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നു. മക്കൾ പഠിക്കുന്നു, മക്കളെ കോളേജിലാക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്നു. പക്ഷേ എനിക്ക് താങ്കളുടെ ചോദ്യത്തിനൊരു സ്പെസിഫിക് ഉത്തരം കിട്ടാൻ വേണ്ടി, അതായത് ഇവിടെ വന്ന് ഇവിടുത്തെ ആംബിയൻസുമായിട്ട് സാഹചര്യമായി പൊരുത്തപ്പെട്ട് ജീവിതശൈലി രൂപപ്പെടുത്തിയ ആൾക്കാർ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ചെന്ന് ഭവിച്ച് അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ടോ? അതല്ലേ താങ്കൾ ചോദിച്ചത്? അതിലൊരു സോഷ്യോ എക്കണോമിക് ഒരു ഘടകം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സോഷ്യോ എക്കണോമിക് ഘടകമുണ്ട്. നമ്മൾ ഇവിടെ കഷ്ടപ്പെടുന്ന മലയാളികൾ കൃത്യമായ രീതിയിൽ പൈസ അയക്കുകയും അവിടെ നല്ല പ്രോസ്പെരിറ്റി ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം അസുഖങ്ങളുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയാലുള്ള ആ ഒറ്റപ്പെടലുകളും പിന്നെ ഇതേപോലുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും മാനസികമായിട്ട് തന്നെ അവർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഹൃദയാഘാതമൊക്കെ വന്നിട്ട് തന്നെയാണ് ഇവർ മരിക്കുന്നത്. ഈ പറയുന്ന മരുന്നുകൾ, ഇത്രയും വിലയുള്ള മരുന്നുകൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. പക്ഷെ അവിടെ എത്തുമ്പോൾ ഇത് 1:12 അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പലതും സാധിക്കാൻ പറ്റുന്നില്ല. അതല്ല എങ്കിൽ ഇവർ 35 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന്റെ ഘടകം ലാസ്റ്റ് നിമിഷമാണ് ഇവർ പോകുന്നത്. അത് ഓൾമോസ്റ്റ് തീരുകയാണ്. സായി ഗണേഷ്, അതായത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് മടങ്ങി പോകുന്നത്. 60-65 അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥ വളരെ മോശമായി. അതെ, ഇവിടെ ആയിരുന്നെങ്കിലും നാട്ടിലായിരുന്നെങ്കിലും ഈ അസുഖങ്ങളെല്ലാം വരും. ഇവിടെ ആയിരുന്നെങ്കിലും അവിടെ ആയിരുന്നെങ്കിലും വയസ്സാകുമ്പോൾ ഒരുപോലെ രോഗം കൊണ്ട് അവർ കഷ്ടപ്പെടുമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇതില് ജീവിത രീതിയിലുള്ള വ്യത്യാസം തന്നെയാണ്. അവിടെ നമ്മുടെ നാട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ടും സാഹചര്യങ്ങൾ കൊണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നടക്കേണ്ടി വരുന്നു, ഓടേണ്ടി വരുന്നു, പല